അമൃതവേണി ലൈവ് സ്കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ് ആലുക്കാസ്. ഈ ഓണത്തിന് തൃശൂരിനെ കുളിരണിയിക്കാൻ ഇതാ വരികയാണ് ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത വാട്ടർഫോൾസ്. DJ അമ്യൂസ്മെന്റ്സ് ഒരുക്കുന്ന ഈ ദൃശ്യവിരുന്നിൽ ആവേശമണപൊട്ടുന്ന കിടിലൻ റൈഡുകളും ഷോപ്പിംഗിനായി ആകർഷകമായ സ്റ്റാളുകളും നാവിലൂറും വിഭവങ്ങളുമായി വിശാലമായ ഫുഡ് കോർട്ടും നിങ്ങൾക്കായി ഒരുക്കുന്നു. തവണത്തെ ഓണം നമുക്കൊരുമിച്ച് DJ അമ്യൂസ്മെന്റ്സിനൊപ്പം ആഘോഷമാക്കാം. നമസ്കാരം, ഞാൻ DC ബിജു. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 23 ഞായറാഴ്ച. ഇടത് മുന്നണിയിൽ കലഹം. പ്രതിപക്ഷ ഉപനേതാവ് പദവി CPIക്ക് നൽകില്ലെന്ന് പിണറായി വിജയൻ. സ്പീക്കർക്ക് നൽകുന്ന കത്തിൽ CPM നേതാവിന്റെ പേരായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. CPMന്റെ ഏകപക്ഷീയമായ തീരുമാനം അംഗീകരിക്കാനാവില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. പിണറായിയുടെ പ്രസ്താവന പദവിക്കും പക്വതയ്ക്കും നിരക്കുന്നതല്ലെന്നും അദ്ദേഹം പറഞ്ഞു. RSS അജണ്ടയ്ക്കൊപ്പമാണ് കോൺഗ്രസ് എന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. AICC ആസ്ഥാനത്തും കോൺഗ്രസ് ഭരിക്കുന്ന 3 സംസ്ഥാനങ്ങളിലും വന്ദേമാതരം പൂർണ്ണമായി ആലപിച്ചത് അതുകൊണ്ടാണ്. കേരളത്തിൽ ഒരു സർക്കാരുണ്ടോ എന്ന് സംശയിക്കണം. RSS നിയോഗിച്ച ഗവർണറാണ് എല്ലാം നിയന്ത്രിക്കുന്നത്. DYFI സംസ്ഥാന സമ്മേളനത്തിൽ പ്രസംഗിക്കവെ അദ്ദേഹം പറഞ്ഞു. വൻ പരേഡോടെയാണ് സമ്മേളനം സമാപിച്ചത്. ഒഡീഷ തീരത്ത് 24 ജീവനക്കാരുള്ള ചരക്കു കപ്പൽ മുങ്ങി. ഒഡീഷയിൽ നിന്ന് ഇരുംവൈരുമായി ചൈനയിലേക്ക് തിരിച്ച പനാമ പതാക വഹിച്ച MV ഓഷ്യൻ വിന്നർ എന്ന കപ്പലാണ് ബംഗാൾ ഉൾക്കടലിൽ മുങ്ങിയത്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡും ഇന്ത്യൻ നേവിയും സംയുക്തമായി രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ട്. റേഷൻ കടകളിലൂടെ വിതരണം ചെയ്യുന്ന സൌജന്യ ഓണക്കിറ്റുകൾ 4,30,254 റേഷൻ കാർഡുടമകൾ കൈപ്പറ്റിയെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. 5,93,408 കിറ്റുകളാണ് സപ്ലൈകോ വഴി റേഷൻ കടകളിൽ എത്തിച്ചത്. 1,59,582 കിറ്റുകൾ റേഷൻ കടകളിൽ സ്റ്റോക്കുണ്ട്. കിറ്റുകൾ ഓഗസ്റ്റ് 31 വരെ റേഷൻ കടകളിൽ വിതരണം ചെയ്യും. ക്ഷേമ സ്ഥാപനങ്ങൾക്കായി 8,902 സൌജന്യ കിറ്റുകളും നൽകി. വിലക്കയറ്റവും ക്ഷാമവും സാധാരണക്കാരെ ബാധിക്കാതിരിക്കാൻ സംസ്ഥാനത്ത് 2000 കർഷക ചന്തകൾ ആരംഭിച്ചെന്ന് കൃഷിവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് T. സിദ്ദിഖ്. മൊത്ത വ്യാപാര വിലയേക്കാൾ 10% കൂടുതൽ തുക നൽകി കർഷകരിൽ നിന്ന് പച്ചക്കറികൾ ശേഖരിച്ച് 30% വരെ വിലക്കുറവിൽ പൊതുജനങ്ങൾക്ക് വിൽക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. പയ്യന്നൂരിൽ പോലീസുകാരനെ ബോംബെറിഞ്ഞ് കൊല്ലാൻ ശ്രമിച്ചതിന് 20 വർഷത്തെ കഠിന തടവിന് ജയിലിൽ ശിക്ഷിക്കപ്പെട്ട VK നിഷാദ് ജനാധിപത്യപരമായ സമരം നയിച്ച ആളായതിനാലാണ് DYFI സംസ്ഥാന കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയതെന്ന് സംസ്ഥാന പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ചിന്ത ജെറോം. യുവത്വത്തിന്റെ അഭിലാഷങ്ങൾക്കൊപ്പം DYFI ഉണ്ടാകും. യുവജന വിരുദ്ധ നയങ്ങളുണ്ടായാൽ കേരള സർക്കാരിനെതിരെ DYFI ശക്തമായ പോരാട്ടം നയിക്കുമെന്ന് ചിന്ത ജെറോമും സംസ്ഥാന സെക്രട്ടറി M. വിജിൻ MLAയും പറഞ്ഞു. ഓണക്കാലത്ത് ആദിവാസി പട്ടികവർഗ വിഭാഗത്തിലെ 60 വയസ്സ് തികഞ്ഞവർക്ക് 1000 രൂപ ഇത്തവണയും നൽകും. പണത്തിനു പകരം ഓണക്കോടി നൽകുമെന്ന ഉത്തരവ് സർക്കാർ തിരുത്തി. തിങ്കളാഴ്ച അർദ്ധരാത്രി വരെയും കള്ളക്കടൽ ഭീഷണി. തീരങ്ങളിൽ 1.5 മീറ്റർ വരെ ഉയരത്തിൽ തിരമാലകൾ ഉയരും. കടലാക്രമണത്തിനും സാധ്യത. നെഹ്റു ട്രോഫി വള്ളം കളിയിൽ ജലരാജാവായി അരോമ ചുണ്ടൻ. പുന്നമട കായലിലെ വാശിയേറിയ പോരാട്ടത്തിൽ ഫോട്ടോ ഫിനിഷിലാണ് ഇവർ കപ്പിൽ മുത്തമിട്ടത്. രണ്ടാമനായത് നടുഭാഗമാണ്. മേൽപ്പാടം, നടുഭാഗം, വീയപുരം, അരോമ എന്നീ വള്ളങ്ങളാണ് ഫൈനൽ ലൈനപ്പിലെത്തിയത്. അരോമയുടെ ആദ്യ കിരീട നേട്ടമാണ് ഇത്. പിണറായി വിജയന്റെ മകൾ വീണയുടെ മാസപ്പടി കേസിൽ റെയ്ഡ് നടത്തിയ എൻഫോഴ്സ്മെന്റിനെ ആക്രമിച്ച കേസിലെ പ്രതികൾ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ഓണാഘോഷം നടത്തി റീൽസ് ചിത്രീകരിച്ചത് വിവാദമായി. ADGP അന്വേഷണത്തിന് ഉത്തരവിട്ടു. സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുവെന്ന് കാണിച്ച് IP ബിനുവിന്റെ ജാമ്യം റദ്ദാക്കാൻ നീക്കം തുടങ്ങി. വെള്ളാപ്പള്ളിയെ തള്ളി CPM സംസ്ഥാന കമ്മിറ്റി അംഗവും മുൻ സ്പീക്കറുമായ AN ഷംസീറിന് ലീഗിന്റെ ശബ്ദമാണെന്ന് വിമർശിച്ച വെള്ളാപ്പള്ളി നടേശൻ വർഗീയതയ്ക്ക് വളം വയ്ക്കുകയാണെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ്. SNDP ജനറൽ സെക്രട്ടറിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ലാത്ത പരാമർശമാണ് ഉണ്ടായതെന്നും CPM. ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 1ാം വർഷ ഇംപ്രൂവ്മെന്റ് പരീക്ഷ ഒക്ടോബർ 12 മുതൽ 17 വരെ 6 ദിവസങ്ങളിൽ നടത്തുമെന്ന് ഹയർ സെക്കൻഡറി പരീക്ഷാ വിഭാഗം ജോയിന്റ് ഡയറക്ടർ അറിയിച്ചു.
കളറാവട്ടെ. പുളിമൂട്ടിൽ സിൽക്സ്. അക്രമികളെ വരുതിയിലാക്കാനും വനിതാ പോലീസിന്റെ സ്വയരക്ഷയ്ക്കുമായി മുളക് സ്പ്രേ വാങ്ങാൻ പോലീസ് 750 ചില്ലി സ്പ്രേ വാങ്ങാനുള്ള ഡിജിപിയുടെ ശുപാർശ ആഭ്യന്തര വകുപ്പ് അംഗീകരിച്ചു. കയർ മേഖലയിലെ വിവിധ വികസനക്ഷേമ പ്രവർത്തനങ്ങൾക്കായി ഈ സാമ്പത്തിക വർഷത്തിൽ 53.48 കോടി രൂപ അനുവദിച്ചതായി കയർ വികസന വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രി രമേശ് ചെന്നിത്തല അറിയിച്ചു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 62 കേസുകളിലായി 69 പേർ കൂടി അറസ്റ്റിലായി. ഇതോടെ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി എടുത്ത കേസുകളുടെ എണ്ണം 9407 ആയി ഉയർന്നു. ആകെ 10,154 അറസ്റ്റുകളാണ് ഇതുവരെ നടന്നത്. തദ്ദേശ സ്ഥാപനങ്ങളിലെ സേവനങ്ങളെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് അഭിപ്രായം രേഖപ്പെടുത്താനും റേറ്റിംഗ് നൽകാനും സംവിധാനം ഒരുക്കുമെന്ന് മന്ത്രി കെ എം ഷാജി. ഓണക്കാലം പ്രമാണിച്ച കെഎസ്ആർടിസിയിലെ ബസ് വാഷിംഗ് ജീവനക്കാർക്കും ഉത്സവ ബത്ത അനുവദിച്ചതായി ഗതാഗത മന്ത്രി സി പി ജോൺ അറിയിച്ചു. 1000 രൂപ ഓണം അലവൻസ് നൽകാനാണ് നിർദ്ദേശം. PSC മുഖേന കേരള പോലീസ് ബാൻഡ് യൂണിറ്റിലേക്ക് നിയമനം ലഭിച്ച ആദ്യ ബാച്ചിലെ 126 പോലീസ് കോൺസ്റ്റബിൾമാരുടെ പാസിംഗ് ഔട്ട് പരേഡ് പേരൂർക്കട SAP പരേഡ് ഗ്രൌണ്ടിൽ നടന്നു. കേരള പോലീസിന് ഇത് ചരിത്രപരവും അഭിമാനകരവുമായ മുഹൂർത്തമാണെന്ന് പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ചുകൊണ്ട് ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. പാലക്കാട് റെയിൽവേ ഡിവിഷൻ വിഭജിച്ച് മംഗളൂരു ഉൾപ്പെടെ മൈസൂരു ഡിവിഷനിലേക്ക് മാറ്റാനുള്ള റെയിൽവേ ബോർഡിന്റെ തീരുമാനത്തിൽ KC വേണുഗോപാൽ MP കേന്ദ്ര റെയിൽവേ മന്ത്രിയോട് കടുത്ത പ്രതിഷേധം അറിയിച്ചു. അടിയന്തര റിപ്പോർട്ട് തേടുമെന്ന് മന്ത്രി ഉറപ്പു നൽകി. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്കുള്ള പുനരധിവാസ പദ്ധതികൾ വേഗത്തിലാക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. ഉപജീവനത്തിനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് അധിക ധനസഹായം വിതരണം ചെയ്തു. കാലാവസ്ഥാ മുന്നറിയിപ്പുകൾക്കായി ഡിസംബറോടെ ഡോപ്ലർ റഡാർ സ്ഥാപിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഇടുക്കി ഡാം എല്ലാ ദിവസവും പൊതുജനങ്ങൾക്കായി തുറന്നു നൽകുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ഓണാഘോഷത്തിന്റെ ഭാഗമായി ഡാം തുറന്നതിനൊപ്പം ഇടുക്കിയുടെ ടൂറിസം സാധ്യതകൾ പൂർണ്ണമായി പ്രയോജനപ്പെടുത്താൻ കേന്ദ്ര സഹായത്തോടെയുള്ള ബൃഹത്തായ പദ്ധതികൾ നടപ്പാക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. മുത്തങ്ങ കേസിലെ ശിക്ഷ ഹൈക്കോടതി മരവിപ്പിച്ചതിനെ തുടർന്ന് M ഗീതാനന്ദൻ ഉൾപ്പെടെയുള്ള 4 പേർ ജയിൽ മോചിതരായി. കണ്ണൂർ സെൻട്രൽ ജയിലിന് പുറത്ത് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ഇവർക്ക് സ്വീകരണം നൽകി. തിരൂരിൽ യുവതിയെ കൊന്ന് നങ്കൂരത്തിൽ കെട്ടി കടലിൽ താഴ്ത്തിയ ഭർത്താവ് പടിഞ്ഞാറേക്കര സ്വദേശി ഹുസൈൻ രാത്രി മീൻ വാരാനെന്ന് വിശ്വസിപ്പിച്ചാണ് ഭാര്യ ഫൌസിയെ കൂട്ടിക്കൊണ്ടുപോയതെന്ന് മൊഴി നൽകി. കഴുത്തു ഞെരിച്ചു കൊന്ന് മൃതദേഹം ചാക്കിൽ കെട്ടി നങ്കൂരത്തിൽ താഴ്ത്തുകയായിരുന്നു. എല്ലാവർക്കും വന്നു ഡാൻഡ്രഫ് എന്തു ചെയ്യും ചേട്ടാ, പേടിക്കണ്ട ഇവിടുണ്ടല്ലോ ഡാൻഡ്രോഫിറ്റിൻ ഓയിൽ, ഉടനടി മാറും താരൻ, ഉപയോഗിക്കൂ വേഗം. അമൃത്വേനി ഡാൻഡ്രോക്വെറ്റ്, ദി അൾട്ടിമേറ്റ് ഡാൻഡ്രഫ് സൊല്യൂഷൻ. ദേശീയ ഗീതമായ വന്ദേമാതരത്തിന്റെ പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിക്കാനും ദേശീയ ഗീതത്തെ 2 ചരണമാക്കി വെട്ടിക്കുറയ്ക്കുമെന്ന കോൺഗ്രസിന്റെ നിലപാടിനെതിരെയും പ്രചാരണ പരിപാടികൾ സംഘടിപ്പിക്കാൻ BJP ദേശീയ നിർവാഹക സമിതി യോഗം തീരുമാനിച്ചു. യുവജനങ്ങളെ ചേർത്ത് നിർത്താനുള്ള കർമ്മ പദ്ധതികളും നടപ്പാക്കും. ഇതിനായി പ്രത്യേക സമിതിക്ക് രൂപം നൽകി. മകൾ, ഭാര്യ, അമ്മ തുടങ്ങിയ പദവികളിലേക്ക് സ്ത്രീകൾ ഒതുങ്ങരുതെന്നും എല്ലാ സ്ത്രീകൾക്കും സ്വന്തമായ വ്യക്തിത്വമുണ്ടെന്നും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. മഹാരാഷ്ട്രയിലെ പൂനെയിൽ ഛാത്രോം കി ഗുഞ്ച് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സംസാരിക്കവെ മനുസ്മൃതിയെ വിമർശിച്ച അദ്ദേഹം 70 കോടി സ്ത്രീകൾ ഇന്ത്യയുടെ സമ്പത്താണെന്നും പറഞ്ഞു. പഹൽഗാം ഭീകരാക്രമണ കേസിൽ ഭീകര സംഘടനയായ ലഷ്കർ-ഇ-തൊയ്ബ സ്ഥാപകൻ ഹാഫിസ് സയീദിന് NIA കോടതി സമൻസ് അയച്ചു. ആക്രമണത്തിൽ 25 വിനോദസഞ്ചാരികളാണ് കൊല്ലപ്പെട്ടത്. ഇന്ത്യ തദ്ദേശമായി രൂപകൽപ്പന ചെയ്ത് നിർമ്മിക്കുന്ന 8 ആന്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റുകളിൽ മൂന്നാമത്തേതായ മംഗ്രോൾ ഇന്ത്യൻ നാവികസേനയ്ക്ക് കൈമാറി. കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൽ നടന്ന ചടങ്ങിലാണ് യുദ്ധക്കപ്പൽ നാവികസേനയ്ക്ക് കൈമാറിയത്. തമിഴ്നാട് മുഖ്യമന്ത്രി സി ജോസഫ് വിജയ് നിയമസഭയെ സിനിമ സെറ്റായാണ് കാണുന്നതെന്നും പഞ്ച് ഡയലോഗുകൾ പറയുകയാണെന്നും DMK അധ്യക്ഷൻ MK സ്റ്റാലിൻ. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ പാർട്ടിയിൽ വലിയ മാറ്റങ്ങൾ വരുത്തുമെന്നും സ്റ്റാലിൻ. ഒറ്റ ദിവസം കൊണ്ട് 114 പുതിയ H1N1 പനി കേസുകൾ റിപ്പോർട്ട് ചെയ്ത പശ്ചാത്തലത്തിൽ ഡൽഹിയിൽ ജാഗ്രതാ നിർദ്ദേശവുമായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. നിലവിൽ 1777 H1N1 കേസുകളാണ് ദില്ലിയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. തന്നെ വശീകരിച്ച കെണിയിലാക്കാൻ എതിരാളികൾ യുവതികളെ അയക്കുന്നുവെന്ന് മധ്യപ്രദേശ് BJP MLA പ്രീതം ലോധി.
ഹണി ട്രാപ്പിൽ പെടുത്താനും പീഡനക്കേസിൽ കുടുക്കാനും രാഷ്ട്രീയ എതിരാളികൾ ഗൂഢാലോചന നടത്തുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു. ബംഗ്ലാദേശ് പ്രധാനമന്ത്രി താരിഖ് റഹ്മാൻ ഇന്ത്യയിലെത്തുന്നതിലെ അനിശ്ചിതത്വം തുടരുന്നു. 2 ദിവസത്തെ സന്ദർശനം നിശ്ചയിച്ചെങ്കിലും നീട്ടിവെച്ചെന്നാണ് സൂചന. സന്ദർശനം തീരുമാനിച്ചിട്ടില്ലെന്ന് ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയുടെ വക്താവ് എബി എം സാലഹ് വ്യക്തമാക്കി. പശ്ചിമേഷ്യയിലെ സൈനിക ആവശ്യങ്ങൾക്കായി വാഷിംഗ്ടൺ ഏഷ്യ പസഫിക് മേഖലയിലെ പ്രധാന സൈനിക സന്നാഹങ്ങൾ പിൻവലിക്കുന്നു. ഇതുമൂലം ഏഷ്യയിലെ യുഎസ് സഖ്യകക്ഷികളിൽ കടുത്ത ആശങ്ക. ഇറാനെതിരെയുള്ള യുഎസ് ഇസ്രായേൽ സംഘർഷം തുടരുന്ന സാഹചര്യത്തിലാണ് ഏഷ്യൻ മേഖലയിൽ യുഎസ് സൈനിക സാന്നിധ്യം വെട്ടിച്ചുരുക്കുന്നത്. അമേരിക്കയുമായുള്ള വ്യാപാര ചർച്ചകൾ പരാജയപ്പെട്ടതിനെ തുടർന്ന് യുഎസ് ഏർപ്പെടുത്തുന്ന പുതിയ താരിഫുകൾക്ക് അതേ നാണയത്തിൽ തിരിച്ചടി നൽകുമെന്ന് കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി. അമേരിക്ക മുന്നോട്ടുവച്ച നിർദ്ദേശങ്ങൾ അംഗീകരിക്കില്ലെന്ന് മാർക്ക് കാർണി പറഞ്ഞു. ഐസിസി ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് പോയിന്റ് പട്ടികയിൽ ഇന്ത്യ 5ാം സ്ഥാനത്ത്. ശ്രീലങ്കയ്ക്കെതിരായ ആദ്യ ടെസ്റ്റിൽ വിജയം നേടിയ ഇന്ത്യ 53.33 വിജയ ശതമാനവുമായാണ് 5ാം സ്ഥാനം നേടിയത്. 9ൽ 7 ടെസ്റ്റുകളും വിജയിച്ച ഓസ്ട്രേലിയയാണ് പട്ടികയിൽ 1ാം സ്ഥാനത്ത്. ദക്ഷിണാഫ്രിക്കയും ന്യൂസിലൻഡും 2ഉം 3ഉം സ്ഥാനങ്ങളിൽ തുടരുന്നു. 7 മത്സരങ്ങളിൽ 5ലും തോറ്റ പാകിസ്ഥാൻ 19.05 വിജയ ശതമാനത്തോടെ ഏറ്റവും അവസാന സ്ഥാനത്താണ്. 29.76 വിജയ ശതമാനമുള്ള ഇംഗ്ലണ്ട് 7ാം സ്ഥാനത്താണ്. ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ ഗായത്രി ഗോപിചന്ദ് ട്രീസ ജോളി സഖ്യത്തിന് വെങ്കലം. ലോക 1ാം നമ്പർ താരങ്ങളും നിലവിലെ ചാമ്പ്യന്മാരുമായ ലിയോ ഷെങ്ഷു ടാൻനെങ് സഖ്യത്തെ വിറപ്പിച്ചെങ്കിലും ആദ്യ ഗെയിമിലെ ലീഡ് മുതലാക്കാൻ കഴിയാതെ ഗായത്രി ട്രീസ കൂട്ടുകെട്ട് 21-18, 13-21, 8-21 എന്ന സ്കോറിന് പരാജയപ്പെട്ടു. ഹോക്കി ലോകകപ്പ് 2ാം റൌണ്ടിൽ പൂൾ ഇയിലെ ആദ്യ മത്സരത്തിൽ നെതർലൻഡ്സ് 1-3 ഗോളിന് ഇന്ത്യയെ തോൽപ്പിച്ചു. ഇതോടെ ഇന്ത്യയുടെ സെമി സാധ്യതകൾ മങ്ങി. കേരള ക്രിക്കറ്റ് ലീഗിൽ ട്രിവാൻഡ്രം റോയൽസിനെതിരെ ഏരീസ് കൊല്ലം സെയിലേഴ്സിന് 11 റൺസ് വിജയം. ആദ്യം ബാറ്റ് ചെയ്ത കൊല്ലം സെയിലേഴ്സ് 20 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 202 റൺസെടുത്തു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ റോയൽസിന് 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 191 റൺസ് മാത്രമാണ് നേടാനായത്. അർദ്ധ സെഞ്ചുറിയുമായി സെയിലേഴ്സിന് വിജയമൊരുക്കിയ അരുൺ പൌലോസാണ് പ്ലെയർ ഓഫ് ദി മാച്ച്. കെസിഎല്ലിൽ തുടർച്ചയായ 2ാം വിജയവുമായി ആലപ്പി റിപ്പിൾസ്. തൃശൂർ ടൈറ്റൻസിനെ 10 റൺസിനാണ് റിപ്പിൾസ് മറികടന്നത്. ആദ്യം ബാറ്റ് ചെയ്ത ആലപ്പി റിപ്പിൾസ് 20 ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 193 റൺസെടുത്തു. എന്നാൽ മഴയെ തുടർന്ന് തൃശൂരിന്റെ വിജയലക്ഷ്യം വിജെഡി നിയമപ്രകാരം 15 ഓവറിൽ 148 റൺസായി പുതുക്കി നിശ്ചയിച്ചു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ടൈറ്റൻസിന് 15 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 137 റൺസ് മാത്രമാണ് നേടാനായത്. ആലപ്പുഴയുടെ മുഹമ്മദ് അസറുദ്ദീനാണ് പ്ലെയർ ഓഫ് ദി മാച്ച്. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡെയ്സി ബിജു. ഡെയിലി ന്യൂസ് ലൈവ്.in വാർത്തകൾ വിരൽ തുമ്പിൽ.